ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒന്നാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ തദ്രീബു തിലാവയിലെ അദ്ദർസു സലാസൂൻ 30ാമത്തെ പാഠം. എന്താണ് നമുക്കിവിടെ ചിത്രത്തിൽ കാണുന്നത്? ഒരു പക്ഷിയുടെ കൂടാണ് അല്ലേ, കിളിക്കൂട് എന്ന് പറയില്ല നമ്മൾ. അപ്പോൾ അത് നെസ്റ്റ്. അറബിയിൽ എന്താ പറയുക? വക്കർ അല്ലേ, വക്കർ. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കുന്ന അക്ഷരം വാവാണ് അല്ലേ, വാവ്. നമുക്ക് വാവിൻ്റെ ഹർക്കത്തുകൾ മാറി വരുന്ന വേർഡ്സുകളൊക്കെ മനസ്സിലാക്കാം. എന്താണ്? വബറുൻ, വുൽദുൻ, വിർദുൻ, സൗറുൻ, വാലിദുൻ നീട്ടാനിട്ട വാവിനെ അലിഫ് കൊണ്ട് നീട്ടുന്നു, ഫതഹയെ അലിഫ് കൊണ്ട് നീട്ടുന്നു, വാലിദുൻ. തൊവീലുൻ, വി കസറയെ യാ കൊണ്ട്, തൊവീലുൻ. കാവൂനുൻ, വൂ. ദൽവുൻ, തൻവീൻ ലമ്മ വന്നു. ഒളുവൻ, ഫതഹ തൻവീൻ, വൻ. അഫുവിൻ, വാ വി വൂ ഒക്കെ മനസ്സിലാക്കുക. വൻ വിൻ, വാ വു വി വുൻ, ഔ. അടുത്തതാ വാ വു വി വൻ വുൻ വിൻ, വാ വു വി വൻ വുൻ വിൻ. വാവ് എഴുതുന്ന രീതി മനസ്സിലാക്കുക. ഇവിടെ നിന്നാണ് കേട്ടോ തുടങ്ങുക. ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇവിടെ തമ്മിലുമുടെ മുട്ടി പിന്നെ ഇങ്ങോട്ട് അല്ലേ, വാവ് മനസ്സിലാക്കി എഴുതട്ടാ. ഞക്ര വായിക്കാനല്ല, നമുക്ക് വായിക്കാം. എന്താണ്? വക്കിറുൻ, കൗകബുൻ, വുലിദ, വിത്റുൻ, വാരിദുൻ, അവീലുൻ, വൂരിയ. അപ്പോൾ ഹർക്കത്തുകൾ മാറി വരുമ്പോഴുള്ള ഉച്ചാരണം ഇതുവരെ നമ്മൾ പഠിച്ച അക്ഷരങ്ങളൊക്കെ തന്നെ ചേർത്തിട്ടാണ് ഇവിടെ വേർഡ്സ് ഒക്കെ വായിച്ച് മനസ്സിലാക്കുക. വാരിദുൻ, അവീലുൻ ഒക്കെ മനസ്സിലാക്കുക. പിന്നെന്താണ്? നമുക്ക് ഖുർആനിൽ നിന്ന് വാവ് വന്ന ആയത്താണ്, അതിൽ വാവ് വന്നത് മനസ്സിലാക്കുക. എന്താണ്? വയുഅല്ലിമുക്കും മാലം തകൂനു തഅലമൂൻ. അപ്പോൾ ഇവിടെയൊക്കെ വാവ് വന്നത് വയുഅല്ലിമുക്കും വാ വന്നു. മാലം തകൂനു തഅലമൂൻ. അപ്പോൾ ഇവിടെ തകൂനു നീട്ടാനൊക്കെ വാവ് വന്നിട്ടുണ്ട്. തഅലമൂൻ ഒക്കെ മദ്ദക്ഷരമായിട്ടാണ് വാവ് വന്നത് മനസ്സിലാക്കുക. അടുത്തതാ വഅലമു മാ തുബ്ദൂന വമാ കുന്തും തക്തുമൂൻ. ഇവിടെ വഅലമു വാ വന്നു. തഅബുദൂന ഇവിടെ മദ്ദക്ഷരമായിട്ട് വാവ് വന്നു. വമാ അല്ലേ, വാവ് വന്നു. തക്തുമൂന അവിടെയും വാവ് വന്നു മനസ്സിലാക്കുക. അടുത്തതാ നക്റോ മിനൽ ഖുർആനിൽ തന്നെ വേർഡ്സ് ചെറിയൊരു ഭാഗമാണ്. എന്താണ്? വവജദക ആയിലൻ, ആയിലൻ. അപ്പോൾ അവിടെ വാവ് വന്നത്. അടുത്തതാ വഅലമു മാ തുബ്ദൂൻ, ഇവിടെയും വാവ് വന്നു മനസ്സിലാക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ തദ്രിബാത്ത് നോക്കാം. ഇനി നമ്മൾ വാവ് പഠിച്ചു അല്ലേ, അപ്പോൾ അതിൻ്റെ വർക്ക് നമുക്ക് നോക്കാം. എന്താണ്? വക്കർ നെസ്റ്റ്, കൂട് അല്ലേ, കിളിയുടെ പക്ഷികളുടെ കൂടാണ് വക്കർ, നെസ്റ്റ്. നിറം നൽകാനാണ്. അപ്പോൾ വാവ് എഴുതുന്ന രീതി പോലെ തന്നെ നിറം നൽകുക. ഇതിന് റെഡ്, ഇതിന് ഗ്രീന് നമുക്ക് നൽകാം. ഇനി ആ താഴെയുള്ള ചതുരത്തിൽ എന്താണ്? വാവിന് നിറം നൽകണം. അപ്പോൾ ഇത് വാവ്, ഇത് റ ആണ് അല്ലേ, ഇത് വാവ്, ഇത് ബ ആണ്, വേണ്ട, ഇത് വാവ്, ഇത് റ. അപ്പോൾ അതിൽ വാവുകൾക്കാണ് നിറം നൽകേണ്ടത്. വാവിൻ്റെ ചതുരത്തിൽ നിറം നൽകുക. അപ്പോൾ ഇതിൽ വാവ് കാണണം,
അപ്പോൾ നമ്മൾ യെല്ലോ ബ്ലൂ അങ്ങനത്തെ നിറങ്ങൾ കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇതിന്ന് അക്ഷരം കാണുള്ളൂ കേട്ടോ. അടുത്തത് എന്താണ്? ഉദാഇറ അല വാവ്, വാവിന് വട്ടം വരച്ചു കൊടുക്കണം. വലതുൻ, അപ്പോൾ ആദ്യത്തിലെ അക്ഷരമാണ് വാവ്. യൗമുൻ നടുവിലക്ഷരം അല്ലേ. ദൽവുൻ അവസാനത്തിൽ. ഹൂത്തുൻ വാവ് അല്ലേ, നീട്ടാനും മധ്യക്ഷരമായിട്ട് വന്നിട്ടുണ്ട്. വർദ്ധുൻ ആദ്യത്തിൽ വന്നു അല്ലേ. അപ്പോൾ അതൊക്കെ തിരിച്ചറിഞ്ഞ് കുട്ടികൾ റൗണ്ട് വരയ്ക്കണം. അടുത്തത് എന്താണ്? നമുക്കിവിടെ കുറച്ച് ലെറ്റേഴ്സ് തന്നിട്ടുണ്ട്. പി, ആ, ഫു, ഫ, കു. ഇത് ചേർത്തിട്ട് നമ്മൾ ഈ വേർഡ്സ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം താഴെയുള്ള. അപ്പോൾ എന്താണ്? ഫുൽക്കുൻ, ഫ, ഫുൽക്കുൻ. അപ്പോൾ ഇവിടെ 1 ഫുൽക്കുൻ. ഇനിയാ കുർസിയുൻ, 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 കുർസിയുൻ. അപ്പോൾ 2. ഇനിയാ ഇവിടെ എന്താണ്? ഫറസുൻ, ഫറസുൻ മൂന്നാമത്തത് ഫറസുൻ. പിന്നെ കിർദുൻ, കിർദുൻ നാലാമത്തത് കിർദുൻ, കിർദുൻ. അഞ്ചാമത്തത് ഒസാലുൻ, ഒസാലുൻ, ഒസാലുൻ. അപ്പോൾ അത് ഇതുപോലെയൊക്കെ എക്സാമിന് വരും, മനസ്സിലായില്ലേ? അപ്പോൾ ഒരു തിരിച്ചറിഞ്ഞ് ചേർത്ത് എഴുതാനൊക്കെ പഠിക്കണം. അവിടെ അതിനൊക്കെ നമുക്ക് ഇവിടെയൊക്കെ ചേർത്ത് എഴുതുമ്പോൾ അതുപോലല്ല, നമുക്ക് ചേർത്ത് എഴുതേണ്ട അതിനാണ് എഴുതേണ്ടത്. അപ്പോൾ അതൊക്കെ ചേർത്ത് എഴുതുന്ന അക്ഷരങ്ങളൊക്കെ അതുപോലെ മനസ്സിലാക്കി എഴുതണം. മുമ്പ് പഠിച്ച പാഠഭാഗങ്ങൾ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ചിത്രം നോക്കിയിട്ട് ഇതിൻ്റെ പേരൊക്കെ പറയാം അല്ലേ. അപ്പോൾ എന്തായിരുന്നു? ഫസ്റ്റ് വക്റുൻ, വക്റുൻ അല്ലേ. അപ്പോൾ നമുക്ക് അവിടേക്കത് എഴുതി കൊടുക്കാം. വക്റുൻ ഒന്നാമത്തതിലേക്ക് അത് എഴുതാം. പിന്നെ ഇതെന്താണ്? ടൈഗറിന് എന്തായിരുന്നു പറഞ്ഞത്? നെമിർ, നെമിർ. അപ്പോൾ രണ്ടാമത്തെ ലൈനിലേക്ക് അത് എഴുതാം. ഇതെന്തായിരുന്നു? മസ്ജിദ്, മസ്ജിദ് മൂന്നാമത്തെ ലൈനിലേക്ക് അതും എഴുതാം. ഇതാ ലെബിൻ, ലെബിൻ. അപ്പോൾ നാലാമത്തതിൽ അതും എഴുതാം. അപ്പോൾ ഇതൊക്കെ ചിത്രങ്ങൾ തിരിച്ചറിഞ്ഞ് പേര് എഴുതാൻ മനസ്സിലാക്കുകയാണ് വേണ്ടത് കേട്ടോ. അടുത്തത് എന്താണ്? നക്തുബ് എഴുതാനാണ്. എന്താണ്? ഉലിത പകർത്തി എഴുതണം. അപ്പോൾ 4 കള്ളികളുണ്ട്. അപ്പോൾ അത് പറഞ്ഞിട്ട് എഴുതാം. ഉലിത, തൗറുൻ, തൗറുൻ, സൂക്കുൻ, 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 ഹുൽവുൻ, ഹുൽവുൻ, ഹുൽവുൻ. അപ്പോൾ ഒക്കെ പറഞ്ഞിട്ട് അക്ഷരങ്ങൾ ഓരോരോ അക്ഷരങ്ങൾ ചേർത്ത് വായിക്കാനും പഠിക്കുക. ഇങ്ങനെയാണ് ചേർത്ത് എഴുതിയത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ പഠിക്കുക. അപ്പോൾ എത്രയാണ് നമുക്ക് ഈ 30ാമത്തെ പാഠത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ വന്നത്. അപ്പോൾ നമ്മളിതിൽ പഠിച്ച അക്ഷരം വാവ്, വാവിന് ഹർക്കത്ത് മാറുമ്പോൾ ഉള്ള ഉച്ചാരണമൊക്കെ മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.